അനീഷിനെ എന്തിനാണ് ആര്യ നീ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നത്? ഏ അനീഷ് നമ്മളെ പോലെ ഒരു കണ്ടസ്റ്റന്റ്, അത്രേ ഉള്ളൂ. അവനെ നീ എന്തിനാ ബോധ്യപ്പെടുത്താനൊക്കെ നിൽക്കുന്നത്? കുറച്ചു മുമ്പ് നമ്മുടെ ഷാനവാസിക്കയുടെ വായിൽ നിന്ന് വീണ ഒരു ഡയലോഗാണ് ഇത്. ഷാനവാസിക്ക ഈ ഡയലോഗ് പറഞ്ഞപ്പോൾ ഞാൻ ഒരാഴ്ച ബാക്കിലോട്ടൊന്ന് പോയി ഓർത്തെടുത്തു. വേറൊരു ഡയലോഗ് ഷാനവാസിക്കയുടെ തന്നെ, നമ്മുടെ ആദില ഷാനവാസിക്ക പ്രശ്നം നടന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അന്ന് ഷാനവാസിക്ക പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എനിക്കിവിടെ ആരെങ്കിലും ബോധ്യപ്പെടുത്താനുണ്ടെങ്കിൽ അത് അനീഷിനെ മാത്രമാണ്, അവനെ എനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം, എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന്. ഈ ഡയലോഗ് പറഞ്ഞ മനുഷ്യനാണ് ഇപ്പോൾ അതേ മാറ്റി പറയുന്നത് ഡയലോഗ്. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ വലിയ ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ. അത് ചെറിയൊരു കാര്യത്തിനാണ്. ഭക്ഷണം വിളമ്പിയപ്പോൾ ചിക്കൻ പീസ് അല്ല മട്ടൻ പീസ് എന്തോ മാറിപ്പോയെന്നോ കൂടിപ്പോയെന്നോ ഒക്കെ പറഞ്ഞ് ഒരു വഴക്ക് അങ്ങോട്ട് തുടങ്ങിയടേ. മാറിപ്പോയെന്നല്ല, എടുത്തോണ്ട് അങ്ങ് പോയി. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടോണ്ട് പോയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതായത് ഓരോരുത്തർക്ക് 2 പീസ് അത്രേ ഉള്ളൂ, പക്ഷെ ചില ആളുകൾക്ക് കൂടുതൽ വേണം. അതിൻ്റെ ഒരു ആക്രാന്തത്തിന് നമ്മുടെ ആര്യൻ എക്സ്ട്രാ ഒരെണ്ണം എടുത്തു. പിന്നെ ആര്യൻ അത് പറയുന്നത് എന്താണ്, ഞാനൊരു പീസ് എടുത്തു എന്നിട്ട് വേറൊരു പീസ് അങ്ങോട്ട് മാറ്റി വെച്ചു എന്നൊക്കെയാണ് അവനിപ്പോൾ പറയുന്നത്. എന്താണെങ്കിലും പ്രശ്നം തുടങ്ങുന്നത് നമ്മുടെ അനുമോൾ ഇങ്ങനെ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാത്തിനും റൈസ് വിളമ്പുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ 2 പീസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതങ്ങോട്ട് തൃപ്തിയല്ല. എല്ലാവരും അവിടെ കിടന്നു വഴക്കാണ്. ആ പീസ് പോരാ, ഈ പീസ് പോരല്ല, നീ ഇതേ മറ്റവർക്ക് കൂട്ടിക്കൊടുത്തു ഇത്തിരി കൂടുതൽ കൊടുത്തു. അങ്ങനെ ഒരു സാധനം അവിടെ നടക്കുന്നുണ്ട്. അനുമോക്കാണെങ്കിൽ സഹി കെട്ടു. ഷാനവാസൊക്കെ വന്ന് പാത്രത്തിനകത്തൊക്കെ കൈയിടുക. അത് കണ്ടപ്പോഴത്തേക്ക് അനുമോൾ അവിടെ നിന്ന് കരഞ്ഞു പോയി എണീറ്റ് ഓടുന്ന കണ്ടു. എന്തിനാണ് എൻ്റെ പൊന്നനുമോളെ എന്ത് കണ്ടാലും കരയാൻ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അത് അനുമോളുടെ കണ്ടന്റ്, അങ്ങനെയും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണമല്ലോ. അനുമോള് നല്ല രീതിയിൽ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ കണ്ടന്റ് ഉണ്ടാക്കും, കരഞ്ഞ് തന്നെ കണ്ടന്റ് ഉണ്ടാക്കും. ഇന്ന് നല്ല വൃത്തിക്ക് ഒരു സ്പേസ് കിട്ടി, അനുമോൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ അനുമോൾ അവിടെ നിന്ന് കരഞ്ഞ് നമ്മുടെ ബെഡ്റൂമിൽ പോയി ഇരിക്കുമ്പോൾ അങ്ങോട്ട് ബിന്നി വരുന്നുണ്ട്. എന്നിട്ട് ബിന്നിയോട് പറയുന്നുണ്ട്, ഇവരെന്താ ഇങ്ങനെ ചെയ്യണേ, ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നേ, എന്ന് ഞാൻ ഭക്ഷണം വിളമ്പിയാലും സമാധാനമായിട്ട് എനിക്ക് വിളമ്പാൻ പറ്റത്തില്ല. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആദിലെ നൂറേം കൂടെ അങ്ങോട്ട് കയറി വരുന്നു. അനുമോളെ വാ മോളെ നീയും കൂടെ വന്ന് കഴിക്ക്. എനിക്ക് വേണ്ട, ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല. വൃത്തികെട്ടവന്മാരാണ് ആ ആര്യനും ഷാനവാസും, വൃത്തികെട്ടവന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് അനുമോൾ അങ്ങോട്ട് തുടങ്ങി. അപ്പുറം ഡൈനിങ് ടേബിളിൽ ഷാനവാസൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അനീഷ് ഇങ്ങോട്ട് കയറി വരുന്നു. അനീഷ് കയറി വരുമ്പോഴേ പറയുന്നുണ്ട്, ഷാനവാസെ നീ ചെയ്തത് മോശം, നീ ചെയ്തത് തെണ്ടിത്തരം എന്നും പറഞ്ഞുകൊണ്ടാണ് അനീഷ് കയറി വരുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്, ഞാനല്ല ആര്യനാണ് ആദ്യമേ എടുത്തത്, ആര്യൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാനും എടുത്തു എന്ന് ഷാനവാസ് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. തെറ്റ് ചെയ്തെന്ന് ഷാനവാസ് ആദ്യം സമ്മതിക്കുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് ന്യായീകരണമായി പോയി. പിന്നെ ആ തെറ്റിനെ പറ്റി മിണ്ടുന്നേ ഇല്ല ഷാനവാസിക്ക, പിന്നെ ന്യായീകരണമാണ്. അക്ബറിനോട് പറയുന്നുണ്ട്, നിങ്ങൾ KFC-യോ നിങ്ങൾ എന്തോ അന്ന് ബക്കറ്റ് ചിക്കനൊക്കെ കിട്ടിയപ്പോൾ നിങ്ങൾ ഒളിച്ചു മാറ്റിയെടുത്ത് തിന്നില്ലേ? അക്ബർ പറയുന്നുണ്ട്, അത് ഞങ്ങൾക്ക് കിട്ടിയതാ, ഇത് പക്ഷെ അങ്ങനല്ല, ഇത് ദിയാസന അവര് നമ്മുടെ നൂറ ആദില അവരുടെ ഫാമിലി വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും കൂടെ കൊണ്ടുവന്നതാ. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, അവര് ഫ്ലൈറ്റിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, എല്ലാവരും തുല്യമായി പങ്കിട്ട് തിന്നണ്ടേ, അതിൻ്റെ ഇടയ്ക്ക് നീ എന്തിനാ ഈ വൃത്തികേട് കാണിച്ചതെന്നൊക്കെ ചോദിച്ച് അനീഷ് അങ്ങോട്ട് പൊട്ടിക്കുന്നുണ്ട്. അനീഷ് ഷാനവാസ് അപ്പുറം ഇപ്പുറം ചേരി തിരിഞ്ഞ് അടി തുടങ്ങിയിട്ടുണ്ടായാലും എന്താണെങ്കിലും ഇതിങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ വീണ്ടും ഈ കോംബോ കയറി ഒട്ടാതിരിക്കുന്നതായിരിക്കും അനീഷിന് നല്ലത്. കാരണം നിങ്ങൾ എത്ര പേര് അറിഞ്ഞു അല്ലെങ്കിൽ കണ്ടു എന്ന് എനിക്കറിയത്തില്ല. ജിഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അതിനകത്ത് ജിഷിൻ പറയുന്നുണ്ട്, ഷാനവാസിനെ വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ് നമ്മുടെ ജിഷിൻ പറയുന്നുണ്ട്, ഷാനവാസ് ഇങ്ങനെയല്ല, അനീഷുമായിട്ട് കളിക്കുന്നത് അത് ശരിക്കുള്ള റിയൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ല. ഇത് ഞാൻ പറയുന്നതല്ല, വർഷങ്ങളായിട്ട് ഷാനവാസിനെ അറിയാവുന്ന അതിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് പറയുന്നതാണ്. പുറത്തിറങ്ങിയപ്പം ഫ്രണ്ട്ഷിപ്പൊക്കെ വെറും ഫേക്ക്. എനിക്കും അത് തോന്നിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ആ കോംബോ ഇഷ്ടമായതുകൊണ്ട് എനിക്കും കോംബോ ഇഷ്ടമാണ്. പക്ഷെ അത് അത്ര അനീഷ് ഭയങ്കര എന്താണ്, ലിറ്ററലി പുള്ളി ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ വീണിരിക്കുക. പക്ഷെ അത് പുള്ളിക്ക് തന്നെ പണിയാവും. പുള്ളിയുടെ അമ്മ വന്നപ്പോൾ പറയുന്നുണ്ട്, മോനെ നീ ആദ്യമേ വന്നപ്പോൾ എങ്ങനെയാണോ കളിച്ചത് അങ്ങനെ കളിക്കാൻ, അങ്ങനെ കളിച്ചാൽ അടിപൊളിയായിരിക്കും. അല്ലാതെ ഈ ഷാനവാസുമായിട്ട് ഒത്തു നിന്ന് കളിച്ചു കഴിഞ്ഞാൽ അനീഷ് താഴത്തോട്ട് പോവും, ഷാനവാസ് കയറും. അത് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചു. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഈ ഒരു വഴക്ക് കാരണമായെങ്കിൽ നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇവിടെ അനീഷും ഷാനവാസും പൊട്ടുന്നുണ്ട്, നല്ല കാനത്തിന് പൊട്ടുന്നുണ്ട്. അനീഷ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കുന്നില്ല. അനീഷ് പറയുന്നുണ്ട്, തെറ്റാണ് നീ ചെയ്തത്, നീ തെറ്റ് ചെയ്തു, നീ എടുത്തു, അത് തെറ്റ്. അതിപ്പം ആദ്യം ആര്യൻ എടുത്തു, രണ്ടാമത് നീ എടുത്തു, അതല്ല തെറ്റ്, നീ ചെയ്തു. ആര്യൻ പറയുന്നുണ്ട്, ഞാനല്ല ആദ്യമേ എടുത്തത്, ഷാനവാസിക്കാണ് എടുത്തത്, ഞാൻ എടുത്തു. അതായത് ഞാൻ എൻ്റെ പ്ലേറ്റിൽ 2 പീസ് ഉണ്ടായിരുന്നു, ഒരെണ്ണം ഞാൻ അങ്ങോട്ട് തിരിച്ചിട്ടിട്ട് വേറെണ്ണം എടുത്തു എന്നൊക്കെയാണ് ആര്യൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ബിന്നി പറയുന്നുണ്ട്, അവനാണ് ആദ്യമേ എടുത്തത്, അതിന് ശേഷമാണ് ഷാനവാസ് എടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഷാനവാസ് പിന്നെ അവത്തെ കയറി പിടിക്കുന്നുണ്ട്. നീ കണ്ടോടാ അനീഷേ, നീ കിച്ചൺ ക്യാപ്റ്റൻ, നമ്മുടെ ഹൗസ് ക്യാപ്റ്റൻ പറയുന്നു ഞാനല്ല,
അവനാണ് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് പിന്നെ ന്യായീകരിക്കാനായിട്ട് ഒച്ച വെക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരുടെയിലും തെറ്റുണ്ട്, ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, രണ്ടുപേരുടെയിലും തെറ്റുണ്ട്. പിന്നെ അനിമോളുടെ ഈ കരച്ചിൽ, എൻ്റെ പൊന്നനിമോളെ മതി, എന്തുവാ ഇത്, മടുത്തു തുടങ്ങി. ഇപ്പൊ എനിക്ക് തോന്നുന്നു 58 ദിവസമായി. ഇതിനകത്തൊരു, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാ, ഒരു 48 ദിവസം അനിമോള് കരച്ചില്ല. എന്താന്നാ ഇത്, മടുത്തു തുടങ്ങിയിട്ടുണ്ട് സത്യം പറയാലോ. എനിക്കത് കണ്ട് ഓ എന്താണ് ഈ പെങ്കുച്ചിനെ കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ കരച്ചില്, ഇപ്പോഴും കിടന്ന് കരയുക. എന്തിനാ ഇങ്ങനെ? വേറെന്തെങ്കിലും രസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യ്, കൊടുക്ക്, എല്ലാത്തിനും അണ്ണാക്കിൽ അടിച്ചു കൊടുക്ക്, അങ്ങനെ ചെയ്യ്. അല്ലാതെ ഈ കിടന്ന് കരച്ചില് മാത്രം. എന്താണെങ്കിലും അപ്പുറം ഇരുന്ന് അനു എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാം കഴിച്ച് കിടക്കുന്നവന്മാരാ ഇവന്മാർ ഇതിനകത്ത് നിൽക്കുമ്പോൾ ഇച്ചിരി മാന്യമായിട്ട് നിന്നൂടെ എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചു, അവന്മാർ കാണിക്കുന്നത് തെണ്ടിത്തരം. അനുമോളുടെ ഈ വായിന്ന് വീഴുന്നത്, അതും ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആൾക്കാരെല്ലാം കേട്ടോണ്ടിരിക്കുകയല്ലേ, അവിടെ ഇങ്ങനെയുള്ള അവന്മാരെല്ലാം കഴിച്ച് കിടക്കുന്നവന്മാരാ, അവൻ ഇവിടെ വന്നിട്ട് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താ അനുമോളെ? അനുമോൾ ലിറ്ററലി ഒരു ഇച്ചിരി പ്രായമായ, വിദ്യാഭ്യാസം ഇച്ചിരി കുറവുള്ള ഒരുപാട് അമ്മാമ്മ, എല്ലാവരെയും ഒന്നും അല്ല കേട്ടോ, ചില ആളുകളുണ്ടല്ലോ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്, ആ ഒരു കാറ്റഗറിയിലോട്ടാണ് അനുമോൾ ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഇങ്ങനെയുള്ള വാക്കുകൾ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷാനവാസ് പിന്നെ പറയുന്നുണ്ട്, എല്ലാ കാര്യത്തിലും അവൾ ഫേവറിസം കാണിക്കുന്നുണ്ട്, അവളുടെ ഫ്രണ്ടിൽ പോയി നിന്ന് കെഞ്ചണം, എന്നാലേ അവൾ ചില സമയത്ത് നമുക്ക് ഫുഡ് തരത്തുള്ളൂ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. അതായത് കിച്ചണിൽ അനുമോൾ നിൽക്കുമ്പോൾ എല്ലാവരും അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഭക്ഷണം എടുക്കുന്ന സമയത്ത് അനുമോളുടെ ഒരു അധികാരം, പവർ അനുമോൾ അവിടെ കാണിക്കാറുണ്ട്. അത് അനുമോളുടെ ഗെയിം, ഞാൻ അതിനെ അങ്ങനെ പറയാം. ഓക്കെ, അത് അനുമോളുടെ ഗെയിം. പക്ഷെ അത് ചില സമയത്ത് ഇച്ചിരി ഓവർ ആവാറുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ബിന്നി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ആര്യൻ ആൻഡ് ഷാനവാസ്, ബിന്നി, ഇവരുടെ ഒരു തർക്കം അവിടെ നടക്കുന്നുണ്ട്, ബിന്നി ആര്യനും. കാരണം ബിന്നി പറയുന്നത് ആര്യനാണ് പ്രശ്നക്കാരൻ എന്നുള്ള രീതിയിലാണ് ബിന്നി പറയുന്നത്. ഷാനവാസും അനീഷും കൂടെ അപ്പുറം കിടന്ന് മുട്ടനടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടനടി തീർന്നു, ചകടയായി. രണ്ട് വശത്ത് നിന്ന് കളിക്കട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്താണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ബിന്നി ഷാനവാസ് ആദ്യം ചെയ്താലും രണ്ടാമത് ചെയ്താലും താൻ തെറ്റാണ് ചെയ്തതെന്നൊക്കെ ബിന്നി പറയുന്നുണ്ട്. അനീഷ് എന്നിട്ട് ഒരു ഡയലോഗ് അടിക്കും, ഷാനവാസ് തന്നെയാണ് ഇവിടെ കച്ചറ ഉണ്ടാക്കിയത്. ഷാനവാസ്, അപ്പോൾ ഷാനവാസ് കഴിച്ചുകൊണ്ടിരിക്കുക, ഷാനവാസ് നിനക്ക് എങ്ങനെ ഇതിരുന്ന് തിന്നാൻ തോന്നുന്നു എന്നൊരു ഡയലോഗ് അനീഷ് ചോദിക്കും. അത് ഷാനവാസിന് അങ്ങ് പൊളിഞ്ഞു. അപ്പോഴാണ് പ്രൊമോയിൽ നമ്മൾ കണ്ടതാണ്, അപ്പോഴാണ് ഷാനവാസ് അവിടെ ആ ഭക്ഷണം ഇട്ടിട്ട് എണീറ്റ് പോകും. പക്ഷേ ആ ഭക്ഷണത്തിനകത്ത് റൈസൊക്കെ ഉണ്ട്, പീസൊക്കെ ഷാനവാസ് നന്നായിട്ട് കഴിച്ച് ക്ലീൻ ചെയ്തായിട്ടാണ് വെച്ചേക്കുന്നത്. നിങ്ങളൊക്കെ വിചാരിക്കും ഷാനവാസ് വലിയ മാന്യൻ, ഫുഡ് അവിടെ ഇട്ടിട്ട് പോയി, അങ്ങനെയല്ല, പീസൊക്കെ നല്ല വെടിപ്പാക്കി തീർത്തിട്ടുണ്ട്. എല്ല് മാത്രമേ ഉള്ളൂ, ഞാൻ നോക്കി സൂം ചെയ്ത് നോക്കി, പക്ഷേ നല്ല വൃത്തിക്ക് എല്ലാം തിന്നു വെച്ചിട്ടുണ്ട്. റൈസ് മാത്രമേ ഉള്ളൂ എന്തായാലും കിടക്കുന്നത്. അതെങ്കിലും അത് പൊളിഞ്ഞു പുള്ളി അങ്ങ് പോയി, പൊളിയാതെ ഇരിക്കത്തില്ലല്ലോ. പിന്നെ ഇവർ തമ്മിൽ, പിന്നെ ഈ അക്ബർ ഇടയ്ക്ക് ഒരു ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട്, തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ, തൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ, താൻ എന്തു അത് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ, താൻ എന്നിട്ട് ഈ വൃത്തികേട് കാണിക്കരുത് എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. ആ സമയത്താണ് ഷാനവാസ് മറ്റേ സാധനം ഇടുന്നത്. അതായത് നീയും ആര്യനും കൂടെ മറ്റേ ചിക്കൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, തലേ ദിവസം കിട്ടിയത് അടുത്ത ദിവസം. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, അത് ഞങ്ങൾ ഗെയിം കളിച്ചുണ്ടാക്കിയ സാധനമാണ്, ഇത് ഒരാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, പിടികിട്ടിയില്ലേ, ഞങ്ങൾ ഗെയിം കളിച്ചുണ്ടാക്കിയ സാധനം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞങ്ങൾ തിന്നും, വേണമെങ്കിൽ നിങ്ങൾക്ക് തരും, ചിലപ്പോൾ തരത്തില്ലെന്ന് ഇരിക്കും. അക്ബർ ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു കേട്ടോ, അതൊക്കെ അവരുടെ ഇഷ്ടം. പിന്നെ അക്ബർ ഒതുങ്ങി പോകുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഫീൽ ചെയ്തെന്ന് എനിക്കറിയത്തില്ല. അക്ബറിന് വലിയ കണ്ടന്റ് ഒന്നുമില്ല, ഒതുങ്ങി പോകുന്നു, എന്തോ സംഭവിച്ചിട്ടുണ്ട് അക്ബറിന്, ഭയങ്കരമായിട്ട് ഒതുങ്ങി പോകുന്നു. ചെറുതായിട്ട് ഈ പ്രശ്നം അവിടെ നടക്കുമ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് അക്ബർ ഇടപെടുന്നുണ്ട്. പിന്നെ അക്ബറിന്റെ വഴിക്ക് പോവുക. പിന്നെ മൂലയ്ക്ക് അനുമോളും നൂറ അവിടെ ഇരിപ്പുണ്ട്. അനുമോള് കരഞ്ഞുകൊണ്ടിരിക്കുന്നു, നൂറ പറയുന്നു, മോളെ നിങ്ങൾ വന്ന് കഴിക്ക്, നീ വന്ന് കഴിക്ക്, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് അവർ വന്നപ്പോഴത്തേക്ക്. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഈ മറ്റേ ജാസ്മിനെ എന്തിനാണ് നൂറയുടെ ഒരു ഫാമിലിയിൽ ഉൾപ്പെടുത്തി കൊണ്ടുവന്നത് എനിക്ക് പിടികിട്ടുന്നില്ല. കാരണം ദിയയുടെ പേര് പറയുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ദിയ ചേച്ചിയൊക്കെ കൊണ്ടുവന്നതാണ്. പിന്നെ മറ്റേ പെണ്ണുണ്ട് അങ്ങനെയാണ് പറയുന്നത്, മറ്റേ പെണ്ണ് ജാസ്മിൻ അത്ര അടുത്തുള്ള അല്ലെങ്കിൽ അടുത്തറിയാവുന്ന ആൾക്കാരാണ് അവരെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തിനോ വേണ്ടി കയറി വന്ന പോലൊക്കെ എനിക്ക് തോന്നുന്നു നൂറയുടെ സംസാരം കേട്ടപ്പോൾ. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള വഴക്ക് ഭക്ഷണത്തിൻ്റെ പേരിൽ എന്തായാലും തകൃതിയായിട്ട് അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ അനീഷ് ഷാനവാസ് വീണ്ടും എനിക്ക് പറയാനുണ്ട്, കോംബോ ഒക്കെ അവരുടെ എനിക്ക് ഇഷ്ടമാണ്, നല്ല രസമാണ്. പക്ഷെ ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഷാനവാസ് അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഫ്രണ്ടായിട്ട് നിൽക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഗെയിം ആയിരിക്കാം ഷാനവാസ് അത് ഗെയിമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഞാൻ കുറ്റം പറയത്തൊന്നുമില്ല, അത് ഷാനവാസിൻ്റെ ഗെയിം. പക്ഷെ അത് അനീഷിന് ദോഷം ചെയ്യും. അതുകൊണ്ട് അനീഷിന് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതും കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കണമല്ലോ, അല്ലാതെ എപ്പോഴും കോംബോ അടിപൊളി ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്ന എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാവും. അല്ലാതെ ഷാനവാസിന് വേണ്ടി മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ, അനീഷിന് വേണ്ടി മാത്രമേ വോട്ട് ചെയ്യത്തുള്ളൂ, ഷാനവാസ് PR എന്നൊക്കെ പറഞ്ഞു വരുന്നവർ ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇരുന്ന് തെറി പറയും, അത്രേ ഉള്ളൂ. പക്ഷേ ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും, ഒന്നിച്ച് നിൽക്കണ്ട, രണ്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ പൊളപ്പനായിരിക്കും. ഇത് ഇപ്പം തന്നെ അവിടെ നടന്നല്ലോ,
ഇപ്പൊ തന്നെ അവിടെ നടന്നു ഗംഭീരമായിട്ട്. ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ രണ്ടുപേരും അപ്പുറം ഇപ്പുറം നിന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഷാനവാസിന്റെ മിസ്റ്റേക്ക് ഉണ്ട്. ഷാനവാസിന്റെ മിസ്റ്റേക്ക് ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അനുമോള് വിളമ്പിയതോ അതൊന്നും അല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണം അത് പ്രോപ്പറായിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുക, ഒച്ചയും ബഹളം. ആര്യൻ അവിടെ തെറ്റ് സമ്മതിക്കുന്നുണ്ട്. അവിടെ നിന്ന് പറയുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തു, തെറ്റ് സമ്മതിച്ചല്ലോ, പറ്റിപ്പോയി എന്നൊക്കെ ആര്യം പറയുന്നുണ്ട്. പക്ഷെ അപ്പം പോലും ഷാനവാസ് ചെയ്തതിനെ ഷാനവാസ് ന്യായീകരിക്കുക, അതെനിക്ക് ഒരു രീതിയിലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പറ്റും, ഗെയിമാണ്, ഷാനവാസും എടുത്തു എന്നങ്ങ് സമ്മതിക്കുക, ഞാൻ എടുക്കും, പക്ഷെ അത് തെറ്റാണെങ്കിൽ തെറ്റ് എന്നങ്ങ് പറഞ്ഞു പോവുകയാണെങ്കിൽ ഓക്കെ. ഇത് പക്ഷെ പിന്നെ ന്യായീകരിക്കുന്ന കാണുമ്പോൾ എന്തോ ഒരു ഗുമ്മ തോന്നുന്നില്ല. എന്താണെങ്കിലും ഇപ്പൊ എപ്പിസോഡ് തുടങ്ങാൻ സമയമായി കാണും, എപ്പിസോഡ് തുടങ്ങി കാണും. ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് ബാക്കിയുള്ള ലൈവിലുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ എത്തിക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.